ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ 2 ദിവസമായി ഏത് നിമിഷവും ഒരു യുദ്ധ ഭീഷണിയിൽ നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിലേക്ക്, ഇസ്രായേലിലേക്ക് ഇറാന്റെ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നു. ഏതാണ്ട് 200ഓളം മിസൈലുകളും ഡ്രോണുകളുമാണ് ജെറുസലേമിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ പായിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ US-ഉം UK-യും ഒക്കെ ചേർന്ന് സംയുക്തമായി തന്നെയാണ് ഈ ഡ്രോണുകളും ഒപ്പം തന്നെ ഈ മിസൈലുകളും തകർത്തിരിക്കുന്നത്. ടെമ്പിൾ മൗണ്ടിന് മുകളിലൂടെ ആയിരുന്നു ഈ മിസൈലുകൾ വന്നതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഈ ആക്രമണം നടന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനയും ഇറാന്റെ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും അടക്കമാണ് ഇറാൻ ഇത്തരത്തിൽ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷ തങ്ങളുടെ പ്രതിബദ്ധതയാണ്, അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ നടക്കുന്ന ഏത് ആക്രമണത്തിലും തങ്ങൾ ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുമെന്നും തിരിച്ചടിക്കുമെന്നും പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകണം ഇപ്പോൾ ഈ ഇറാൻ വിക്ഷേപിച്ച അല്ലെങ്കിൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും UK-യും US-ഉം അടക്കം ഉള്ള അവരുടെ സേനകൾ തകർത്തത്. ഇസ്രായേലും അതിനെ തകർത്തു. ഏതായാലും ആളപായം ഉണ്ടായതായിട്ട് വിവരങ്ങളൊന്നും തന്നെ സൗദി അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്, ജർമ്മനി അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ ഇറാന്റെ ഈ നടപടിയെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക പറഞ്ഞിരുന്നു, ഇറാൻ അങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കും എന്ന് പറയുക മാത്രമല്ല അവരുടെ യുദ്ധക്കപ്പലുകൾ അടക്കം ഇസ്രായേലിന് അനുകൂലമായി നീക്കി തുടങ്ങുകയും ചെയ്തിരുന്നു. ഇത് ഏതായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഏത് രീതിയിലാണ് ഇസ്രായേൽ പ്രതികരിക്കുക എന്നറിയില്ല. ഏതായാലും ഇസ്രായേൽ ഒരു പ്രതികരണം ഉണ്ടാകും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു, ഇറാൻ ആക്രമണത്തിന് മുതിരുകയാണ് എങ്കിൽ ശക്തമായി തന്നെ തങ്ങൾ തിരിച്ചടിക്കും. കാരണം ഇസ്രായേൽ ഇറാൻ ബന്ധം വഷളായി തുടങ്ങിയിട്ട് വർഷങ്ങളായി. മുൻപ് ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.